ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ നാടൻ സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അത് നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം ചില്ല് പാത്രത്തിൽ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും പോവാണ്ട് മണം പോവാണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. വറ്റൽമുളകും മുഴുവൻ മല്ലിയും പിന്നെ ഉലുവയും വേപ്പിലൊക്കെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കറക്റ്റ് അളവിൽ തയ്യാറാക്കി ചൂടാക്കി പൊടിച്ച് വെച്ചുള്ളതാണത്. നമുക്ക് നാടൻ സാമ്പാർ പൊടി തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ: വറ്റൽമുളക് ഒരു 15 എണ്ണം ഞെട്ടോട് കൂടിയിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, വേപ്പില, ഉലുവ, മല്ലി ഒരു 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് നല്ലോണം ചൂടാക്കണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. നല്ലെണ്ണ ചേർത്ത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലും ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 കതിർപ്പ് കറിവേപ്പില ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. കറിവേപ്പിലയും വറ്റൽമുളകും സെപ്പറേറ്റ് വേണം നമ്മളെല്ലാം ചൂടാക്കാനായിട്ട്. ചൂടായതിന് ശേഷം നമുക്ക് മുളകിൻ്റെ കളർ മാറും ഇങ്ങനെ. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും അതിന് ശേഷം നമുക്ക് മല്ലി ചൂടാക്കിയെടുക്കാം. മല്ലിയുടെ മണം പോവരുത്, അങ്ങനെ നമ്മൾ ചൂടാക്കണം. മല്ലിയുടെ ഒന്ന് ചൂട് കയറിയാൽ മതി, വല്ലാണ്ട് പൊരിയരുത്. അപ്പം മല്ലിയുടെ മണം മാറും. അപ്പം ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. അതിന് ശേഷം ഉലുവ ചൂടാക്കാം. ഉലുവ ഒരു ടീസ്പൂൺ. ഇത് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓൾറെഡി ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഉലുവ ചൂടായിക്കോളും. അപ്പം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചൂടാക്കിയതും പിന്നെ ഉണക്കമല്ലിയും ചൂടാക്കിയത് പിന്നെ ഉലുവ ചൂടാക്കിയതും കൂടി മിക്സിയിലടിക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം മതി. അതും കൂടി ചേർത്ത് ഒന്നടിക്കാം. നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണ്ണിയുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ നാടൻ സാമ്പാർ പൊടി തയ്യാറായിട്ട് അടച്ചുറപ്പുള്ള കുപ്പിയിൽ അടച്ചു വയ്ക്കുക. അപ്പം നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് അളവ് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അധികം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടിയിൽ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കും. അരിക്കുമ്പോൾ ഇങ്ങനെ അരിച്ച് കിട്ടില്ല. നമുക്ക് അരിക്കുമ്പോൾ കിട്ടുന്നില്ല. ഒരു കറക്റ്റ് പറഞ്ഞ അളവ് മാത്രം നല്ലെണ്ണ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലൊരു അടപ്പുള്ള ചില്ല് കുപ്പിയിൽ ഇത് അടച്ചു വയ്ക്കാം.
മഞ്ഞൾപ്പൊടിക്ക് പകരം മഞ്ഞളുടെ കഷ്ണമായാലും നല്ലതാണ്. ഞാൻ ഇപ്പോൾ മഞ്ഞളുടെ കഷ്ണമല്ല ഉപയോഗിക്കണം, മഞ്ഞൾ പൊടിയാണ് ഉപയോഗിക്കണം. എന്ത് മസാലപ്പൊടികൾ തയ്യാറാവുമ്പോൾ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിന്ന് സർഗ കിച്ചണിൽ ദക്ഷിണേന്ത്യൻ സ്റ്റൈൽ സാമ്പാർ പൊടി തയ്യാറാക്കാം. അത് കുറച്ച് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാമ്പാർ തയ്യാറാക്കാൻ പറ്റും. നാളികേരം അരക്കി അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റും മണവും കൊഴുപ്പും ഒക്കെ കിട്ടും. അങ്ങനെ നമുക്ക് തയ്യാറാക്കിയ സാമ്പാർ പൊടി ആണിത്. ചില്ലുകുപ്പിയിൽ വേണം ഇട്ട് വയ്ക്കുക. അടച്ച പാത്രത്തിൽ എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോവാണ്ട് കുറേ കാലം നിൽക്കും. നമുക്ക് സാമ്പാർ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. സർഗം കിച്ചണിൽ ദക്ഷിണേന്ത്യൻ ടൈപ്പ് സാമ്പാർ പൊടി തയ്യാറാക്കാം. അത് തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ: 1/2 കപ്പ് കടലപ്പരിപ്പ്, പിന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ്, 1/4 കപ്പ് ഉഴുന്നും പരിപ്പ്, പിന്നെ ഉലുവ 1 ഡെസേർട്ട് സ്പൂൺ, പിന്നെ നമ്മുടെ മട്ടരി 1 ഡെസേർട്ട് സ്പൂൺ, കായം 2 കഷ്ണങ്ങൾ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 കപ്പോളം മുഴുവൻമല്ലി, 100 ഗ്രാം വറ്റൽമുളക്, വേപ്പില 4 തണ്ട്, പിന്നെ നല്ലെണ്ണ. ആദ്യം കുറച്ച് 1 ടീസ്പൂണോളം നല്ലെണ്ണ ചേർത്തിട്ട് ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല ചൂട് കട്ടിയുള്ള പാത്രം വെച്ച് നല്ലോണം ചൂടാവണം. അതിന് ശേഷം 1 സ്പൂണോളം എണ്ണ ചേർത്ത് കടലപ്പരിപ്പും തുവരപ്പരിപ്പും ഉഴുന്നും പരിപ്പും കൂടി വറുത്ത് കോരാം. ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം വറുത്ത് കോരാം. ഇളക്കി നിൽക്കണം. പുഴുക്കല്ലരിയും കൂടി ചേർക്കാം. പുഴുക്കല്ലരി ഇളക്കി മലര് പോലെ ഇങ്ങനെ പൊട്ടി വരണം. മല്ലിയും കൂടി ചേർക്കാം. ഒന്ന് ചൂടായതിന് ശേഷമാണ് മല്ലി ചേർക്കേണ്ടത്. ഒരുമിച്ചൊന്ന് ചൂടാക്കി എടുക്കുക. ഇളക്കി ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കരിയും. മല്ലി മൂത്ത മണം വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് എടുക്കണം. അല്ലാണ്ട് മൂക്കാൻ പാടില്ല. മല്ലി മൂത്തൊരു മണം വരും. അപ്പോൾ ഏകദേശം എല്ലാതും പാകമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എടുക്കണം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ആ മല്ലിയുടെ സ്മെല്ല് സാമ്പാറിൽ പോവും. കിട്ടില്ല, അങ്ങനെ നല്ലൊരു മണം കിട്ടില്ല. കരിഞ്ഞൊരു ടേസ്റ്റാണ് കിട്ടുക. മല്ലി മൂക്കണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചട്ടി ചൂടാക്കി വെച്ച് 1 സ്പൂണോളം നല്ലെണ്ണ ചേർക്കാം. 1 സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് ആദ്യം വേപ്പില മുരിച്ചെടുക്കാം. ചെറിയ സ്പൂൺ ചേർത്താൽ മതി. 4 കതിർപ്പ് വേപ്പില. അത് നല്ലോണം മുരിഞ്ഞിട്ട് കിട്ടണം. എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേപ്പില മുരിഞ്ഞ് കിട്ടണം. എന്നാലും ഇങ്ങനെ മസാല നാശാവാണ്ടിരിക്കുള്ളൂ. വേപ്പിലയുടെ വെള്ളമൊക്കെ വെച്ച് നല്ലോണം മുരിയണം. നല്ല ക്രിസ്പിനെസ് പോലെയാവും. അപ്പം നമുക്ക് വേപ്പില കോരിയെടുക്കാം. അതിനുശേഷം ഈ ചൂടായ എണ്ണയ്ക്ക് നമ്മൾ 2 കഷ്ണം കായം ചേർക്കണം. അതിങ്ങനെ മുരിഞ്ഞ് ഒന്നിങ്ങനെ വരണം. കായം നല്ലോണം അങ്ങനെ മുരിഞ്ഞിട്ട് വരണം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പൊടിക്കുമ്പോൾ കായം പൊടിയില്ല. നല്ലോണം ചൂടായിട്ട് വന്നാൽ ആ കായം പൊടിയുള്ളൂ. സാമ്പാറിന് വെച്ചാൽ കായത്തിൻ്റെ ടേസ്റ്റ് നല്ലോണം നിൽക്കും വേണം. അതിലേക്ക് നമ്മൾ 100 ഗ്രാം വറ്റൽമുളക് ഞെട്ടോട് കൂടിയുള്ളത് ഇടാം. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതെല്ലാതും കൂടിയിട്ട് ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം.
മഞ്ഞൾ പൊടി പിന്നെ നമുക്ക് അവസാനം മിക്സിയിൽ അടിക്കുന്നതോടുകൂടി ചേർത്താൽ മതി. ഗ്യാസ് ഓഫ് ചെയ്തു. ചീഞ്ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ വറ്റൽമുളക് ഇങ്ങനെ മുരിഞ്ഞോളും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യൻ സ്റ്റൈൽ സാമ്പാർ പൊടി തയ്യാറാവും. എന്നിട്ട് അരിച്ചിട്ട് ഉപയോഗിക്കാം. ഒന്ന് ഒരു 10 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മല്ലിയും ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, അരി, തൂരപ്പരിപ്പൊക്കെ ചേർത്തത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കാരണം ഒരുമിച്ച് പൊടിക്കാൻ പറ്റില്ല, കുറച്ച് ഇഷ്ടപ്പെട്ടുള്ളൂ. ഇതൊന്നും കൂടി പൊടിക്കാം. കുറച്ച് അരിവശത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നമുക്ക് ബൗളിലേക്ക് മാറ്റാൻ അവസാനം ഒരുമിച്ച് അരിച്ചെടുക്കാം. അപ്പം പിന്നെ എല്ലാം കൂടി മിക്സ് ആയിക്കോളും. ഇനി നമുക്ക് മുളകും കായും കൂടി വറുത്ത് വെച്ചത് പൊടിച്ചെടുക്കാം. മുളകും പിന്നെ നമ്മൾ കായും കൂടിയിട്ടുണ്ട്. പിന്നെ വേപ്പില കൂടിയുള്ളത് പൊടിച്ചെടുക്കാം. കായ അടിയാത്തതിൻ്റെ ശബ്ദം കേൾക്കണം. അത് നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. നല്ലോണം പൊടിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർക്കണം. എന്നിട്ട് എല്ലാതും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ആദ്യം മുളകിൻ്റെ നമുക്ക് അരിക്കാം. ഒറ്റയടിയിൽ അടിക്കാൻ വെച്ചാൽ അതാ നല്ലത്. ഇതിപ്പോൾ ക്വാണ്ടിറ്റി അധികമായ കാരണം ഈ ജാറിലിട്ടിട്ട് കൊള്ളില്ല. അത് കാരണം നമ്മളിങ്ങനെ സെപ്പറേറ്റ് അടിച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം മുളകും കായും പിന്നെ വറ്റൽമുളകും കായം വേപ്പില അത് കുടിച്ച് അടിച്ചതിന് ഇപ്പോൾ എടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഈ പൊടികളും കൂടി ചേർക്കാം. കായത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ഇത് അടിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിയാത്തത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പം എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നോളും. കൊറ്റനൊക്കെ കൂടി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിക്കാം. ചില കഷ്ണങ്ങൾ കായ അടിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ദക്ഷിണേന്ത്യൻ സ്റ്റൈല് സാമ്പാർ പൊടി തയ്യാറായി. ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചിട്ട് ഒരു 2 സ്പൂണോളം ഇട്ട് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സ്റ്റൈല് സാമ്പാർ നമുക്ക് കിട്ടും. നമ്മൾ അരിപ്പയിൽ നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. ആ നൈസ് പൊടിയാണ്. ഇതാണ് ദക്ഷിണേന്ത്യൻ സാമ്പാർ പൊടി. ചെറിയ അരിപ്പയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. എണ്ണയുടെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അരിപ്പയിൽ അരിക്കുമ്പോൾ ശരിയാവില്ല. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.